അമേരിക്കയുടെ തീരവ ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച ചൈന. ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലെ വക്താവ് യു ജിങ്ങിന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിലെ കുറിപ്പ് കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ വൈറലായിരുന്നു. അതിലാണ് ഇത്തരം ഒരു പരാമർശത്തുള്ളത്. അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത് പരസ്പര പൂരകവും പ്രയോജനാധിഷ്ഠിതവുമായ ഇന്ത്യയും ചൈനയും തമ്മിൽ സാമ്പത്തിക വ്യാപാര ബന്ധം രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ, അതായത് സാമ്പത്തികവും സാമൂഹ്യവും പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന US-ന്റെ തീവ്ര ചൂഷണത്തിനെ നേരിടാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഇരു വികസ്വര രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നായിരുന്നു ആ പോസ്റ്റർ. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് അവർ പറയുകയും ചെയ്തത്: സാമ്പത്തിക ആഗോളവൽക്കരണത്തെയും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയും ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളതെന്നും പ്രതിവർഷം ആഗോള വളർച്ചയുടെ 30% സംഭാവന നൽകുന്നത് ചൈനയാണ് എന്നും ഇവർ അവരുടെ കുറിപ്പിൽ പറയുന്നു. ലോക വ്യാപാര സംഘടനയെ കേന്ദ്രമാക്കി നിലകൊണ്ട് ബഹുമുഖ വ്യാപാര സംവിധാനത്തെ സംരക്ഷിക്കാൻ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും ജിങ്ങിന്റെ കുറിപ്പിലുണ്ട്. ഇതേ ചൈനയ്ക്കാണ് ട്രംപ് തീരുവയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ചൈനയ്ക്ക് തീരുവയിൽ ആനുകൂല്യം നൽകിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടത്താപ്പാണെന്നുള്ള വിമർശനങ്ങളും ലോകമെമ്പാടും നിന്നും വരുന്നതുമുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ 3 മാസത്തേക്കാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഡീകോഡ് ഇന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ വലിയ വിവാദങ്ങൾ ഇളവാക്കിയ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് മോദി ട്രംപ് എന്ന് പറയുന്നത് മൈപ്രണ്ടാണ്. മൈപ്രണ്ടിന്റെ സാന്നിധ്യം തങ്ങളുടെ രാജ്യത്തിന് വലിയ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുമെന്ന് പറയുന്ന അതേ മോദിയുടെ ഫ്രണ്ടാണ് ചൈനയ്ക്ക് ഇത്തരത്തിലൊരു തീരുവയിൽ ഇളവ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ചൈനയ്ക്കാണ് തീരുവയിൽ ആനുകൂല്യം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ 3 മാസത്തേക്കാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 10% തീരുവയും ചുമത്തിയിട്ടുണ്ട്. ചൈനയുമായുള്ള ചർച്ചകൾ നല്ല നിലയിലാണെന്നും അടുത്തു തന്നെ ചൈനയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതായത് ഇവിടെ ഉയരുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: അമേരിക്കയ്ക്ക് ചൈനയെ പേടിയാണോ? അമേരിക്ക എന്ന വാക്ക് ഞാൻ വെട്ടിമാറ്റിയിട്ട് ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്: ട്രംപിന് ചൈനയെ പേടിയാണോ എന്നുള്ള ചോദ്യം മാത്രം. 145% തീരുവ ഇല്ല എന്നുള്ളതാണ്. അതായത് പകരം 30% മാത്രമേ ഉള്ളൂ തീരുവ. ചൈനയ്ക്കെതിരെ ഇന്നു മുതൽ 145% തീരുവ പ്രാബല്യത്തിൽ വരാനാണ് നേരത്തെ തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് നവംബർ മാസം വരെ നീട്ടിയത്. ചൈനയ്ക്ക് ഇന്നു മുതൽ 30% തീരുവ മാത്രമാണുള്ളത്. അതായത് ഇന്ത്യക്ക് 50 ആണെങ്കിൽ ചൈനയ്ക്ക് 30 മാത്രമേ ഉള്ളൂ. നേരത്തെ 145 പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ അവിടെ ട്രംപിനോട് വലിയ രീതിയിൽ മുഖം കറുപ്പിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ചൈന. അതിന്റെ പ്രതിഫലനം എന്ന നിലയിലാണ് ചൈനയ്ക്ക് ഇത്തരത്തിലൊരു ഇളവ് ലഭിച്ചത് എന്നാണ് അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 10% തീരുവ ചുമത്തും എന്നുള്ള തീരുമാനമാണ് നിലവിൽ വന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് വ്യാപാര യുദ്ധത്തിന് പരിസമാപ്തിയായോ എന്നുള്ളതാണ്. അതായത് ഈ വർഷം ഈ വർഷത്തിന്റെ ആദ്യം, അതായത് ജനുവരി മാസം US-ഉം ചൈനയും പരസ്പരം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിലായിരുന്നു. തുടർന്ന് മെയ് മാസം ഇരു രാജ്യങ്ങളും അവ താൽക്കാലികമായി കുറയ്ക്കാൻ സമ്മതിച്ചു. ചൈനയ്ക്കുള്ള സമയം നീട്ടിയത് സംബന്ധിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. അതായത് ചൈന വളരെ നന്നായി പെരുമാറുന്നു, പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും താനും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം US നേടിയ താരിഫ് വരുമാനത്തെക്കുറിച്ചുമൊക്കെ ട്രംപ് പറയുകയും ചെയ്തു. മറ്റൊന്ന്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് നിർണായകമായ ഫോൺ വിളിയിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതാണ്. അതായത് 2 രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഫോൺ കോളിൽ ഉണ്ടായ സുപ്രധാനമായ സമവായം പിന്തുടരാൻ US ചൈനയുമായി പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രതീക്ഷയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ ലിൻ ജിയാൻ ട്വീറ്റ് ചെയ്യുന്നത്. ലിൻ ജിയാന്റെ ട്വീറ്റിങ്ങിനാണ്, അതായത് സമത്വം, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നല്ല നേട്ടങ്ങൾക്കായാണ് വാഷിംഗ്ടൺ പരിശ്രമിക്കുന്നതെന്ന് ചൈന പ്രതീക്ഷിക്കുന്നതായാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്.
ഇവിടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണാതെ പോകരുത്. അതായത് ഇന്ത്യക്കെതിരെ തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ച് UN-ലെ തന്നെ മുൻ US അംബാസഡറായ നിക്കി ഹെല്ലി രംഗത്ത് വന്നു എന്നുള്ളതാണ്. നിക്കി ഹെല്ലി പറയുന്നത്, അതായത് US ചൈനയ്ക്കുമേലുള്ള തീരുവ 90 ദിവസത്തേക്ക് നിർത്തിവെച്ചത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഈ നീക്കം US ഇന്ത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്നും ശത്രുവായ ചൈനയെ വെറുതെ വിടാതെ ഇന്ത്യയെ പോലെയുള്ള ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുതുമെന്നാണ് ഹെല്ലി ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. അത് നോക്കണം, അദ്ദേഹം അമേരിക്കൻ അംബാസഡറാണ് UN-ൽ. മാത്രമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, എന്നാൽ എതിരാളിയായും റഷ്യൻ ഇറാനിൽ എണ്ണയുടെ 1-ാം നമ്പർ ഉപഭോക്താക്കളുമായ ചൈനയ്ക്ക് 90 ദിവസത്തേക്ക് താരിഫ് ഇളവ് കൊടുത്തത് വലിയ രീതിയിൽ, അതായത് ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു സഖ്യ കക്ഷിയുമായുള്ള ബന്ധം തകർക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഹെല്ലി എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇൻഡോ പസഫിക് മേഖലയിൽ ജനാധിപത്യ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള അടുത്ത പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനിടെയുള്ള ഈ ഒരു ഊഷ്മളത അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ചൈനയുടെ ആഗോള സ്വാധീനത്തെ പ്രതിരോധിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഇന്ത്യ പോലെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 50% ഈ തീരുവ യുദ്ധം അത് പിൻവലിക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഹെല്ലി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധങ്ങളും ഒക്കെ US-ൽ നിന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ വിമർശനങ്ങളും അവകാശവാദങ്ങളും, ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ ഈ വരികയാണ്. ട്രംപിന്റെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ, റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയ നടപടി റഷ്യക്ക് തിരിച്ചടിയായെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഈ ട്രംപ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ അത് വലിയ രീതിയിൽ റഷ്യയെ ബാധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യ ബാധിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ പോലും ഞാൻ പ്രേക്ഷകരെ ഒന്ന് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. കേരളത്തിന്റെ കൈത്തറി മേഖലയുടെ കാര്യമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതായത് ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന കൈത്തറി നെയ്ത്ത് വ്യവസായ മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള നിലവിളിയിലാണ്. ഇതിനിടയിലാണ് ഈ ട്രംപിന്റെ താരിഫ് വർധന. അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്ന് കൈത്തറി ഉൽപ്പന്നങ്ങളാണ്. കൈത്തറി സഹകരണ സൊസൈറ്റികളും പ്രധാനമായി എക്സ്പോർട്ടിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ സീസണുകളിൽ മാത്രമാണ് കൈത്തറി വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറുന്നത്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈ മേഖലയുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് തന്നെയായിരുന്നു. ഈ താരിഫ് ഉയർത്തിയതോടെ ആ പ്രദേശം ഈ പരമ്പരാഗത മേഖലയെ കൂടുതൽ തളർത്തുകയാണ് എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത കൂടി പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ട്രംപിന്റെ ഈ കടുംപിടുത്തം കാരണം നമ്മളുടെ കുഞ്ഞു കേരളത്തിൽ ഉൾപ്പെടെ അതിന്റെ വ്യതിചലനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ കൂടുതൽ ആഘാതങ്ങൾ അറിയണമെന്നുമുണ്ട് എങ്കിൽ നമുക്ക് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരികയൊന്നുമില്ല. ആഴ്ചകൾ മാത്രം കണ്ടാൽ മതി എത്രത്തോളം കേരളത്തിന്റെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ഇതിന്റെ നട്ടലൊടിച്ചു എന്നുള്ളത്.